ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള ഒരു കാര്യമായിരിക്കും അത് പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി വേഗത്തിലാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് ഡിലേ ആകുന്നു എന്നതിൻ്റെ ഒരു റീസൺ കൂടിയാണ് ഈ ഫസ്റ്റത്തെ കാര്യം. അതായത് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ബൗണ്ടറി. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, നമ്മൾ പല പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ വെറുതെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലൂടെ ഒരുപാട് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ആണോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നോ എന്നായിരിക്കും റീസൺ. സോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തീവ്രമായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാവശ്യം ഉണ്ടായിരിക്കില്ല. അവരുടെ കാര്യത്തിൽ അവർ നോക്കിക്കോളും എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഇടപഴകുന്നുണ്ടോ, അതായത് നമുക്ക് യാതൊരുവിധ ആവശ്യവുമില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപഴകൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ യാതൊരുവിധ ആവശ്യകതയും ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വളരെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ, അത് ഒരു തോട്ടിലായിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ലൈഫിലായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ഇൻവോൾവ്മെന്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് തന്നെ ആവശ്യമില്ലാത്തൊരു ഇൻവോൾവ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ എനർജി, നമ്മുടെ ടൈം, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള, നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ കുറച്ചുകൂടി വ്യക്തത വരും, കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒന്നാമതായിട്ട് സെൽഫ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ഒരു ബൗണ്ടറി ലൈൻ എവിടെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കുക. പതുക്കെ പതുക്കെ ആക്ഷൻസിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും ഓരോ തോട്ടായിരിക്കും. അതായത് ഓരോ ആളുകളുടെ ഒരു തോട്ട് സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആളുകൾക്ക് ഹൈ ലെവലിൽ പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് ചില രീതിയിലൊക്കെ ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അവരുടെ ആ ഒരു ചിന്ത കാരണം. ഇത് പല രീതിയിലാണ്, ഓരോ ആളുകൾക്കും ഇതൊരു ഡിഫറെൻ്റ് ആണ്. ചില ആളുകളോട് നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പെട്ടെന്ന് അത് എടുക്കും, അതല്ലെങ്കിൽ അവർക്കത് പെട്ടെന്ന് അങ്ങനെ ആവാൻ സാധിക്കും. ചില ആളുകൾക്ക് അത് കഴിഞ്ഞോളണം എന്നുമില്ല. കാരണം നമ്മുടെ മൈൻഡിനെ നമ്മൾ എങ്ങനെയാണോ കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കണ്ടീഷൻ ചെയ്യുക. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തുകൊണ്ട് അത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരുപാട് ടെക്നിക്കുകൾ, ഇപ്പോൾ അഫർമേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ നൽകിക്കൊണ്ട് ജസ്റ്റ് പല പല ടെക്നിക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡിനെ ജസ്റ്റ് കണ്ടീഷൻ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിലീവ് സിസ്റ്റം ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. നമ്മുടെ ബിലീവ് സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആകുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക്
പെട്ടെന്ന് എത്തിപ്പെടാനും സാധിക്കും. അതായത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി ഫാസ്റ്റൻ ചെയ്യാൻ സാധിക്കും എന്ന് ചുരുക്കം. സോ നിങ്ങളുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യുക. ഇതൊരു പക്ഷേ പല ടെക്നിക്കുകളിലൂടെയാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എനിക്കത് എന്നെ കുറച്ചുകൂടി മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്നിൽ ഒരു മാറ്റം വരുന്നുണ്ട്, അങ്ങനെ തോന്നുന്ന കുറേ ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലോ ഓഫ് അട്രാക്ഷൻ്റെ 21 ദിവസത്തെ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റൻ ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ 21 ദിവസത്തെ പ്രാക്ടിക്കൽ ഗൈഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റൻ ആകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു വന്നത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടീഷൻ ചെയ്യുക. തേർഡ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അവിടെ ആക്ഷൻ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് ടെക്നിക്കുകൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു, പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർക്ക് ചെയ്തതുകൊണ്ട് കാര്യമില്ല, നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ആ ലക്ഷ്യത്തിന് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ആക്ഷൻ എടുക്കുക. ഈ ആക്ഷൻ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളെ കൊണ്ട് പോസിബിൾ ആകുന്ന, ഇപ്പോൾ ഇന്ന് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആക്ഷൻ അതിനു വേണ്ടി എടുക്കാൻ പറ്റും. ഒരു പക്ഷേ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ മടിയുള്ള ആളുകൾ, അല്ലെങ്കിൽ മടി നമ്മുടെ മൈൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ് നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം, നാളെ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നാളെ ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിക്കും. സോ ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആ തേർഡ് സ്റ്റെപ്പ് വരെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബിലീവബിലിറ്റി വരും. അതായത് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായി മാറും. ഞാനത് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ ലക്ഷ്യം എന്തായാലും ലഭിക്കും എന്നുള്ളത് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള അത്രയും ആക്ഷൻസ് ഇന്ന് തന്നെ എടുക്കുക. നാളെ എന്നുള്ള ഒരു ദിവസത്തിലേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടിക്കലായി കൊണ്ടുവരേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്